കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥമായ റോമാലേഖനത്തിൻ്റെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് ഇന്ന് നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ വചനത്തിൻ്റെ പഠനം നമുക്ക് അനുഗ്രഹമാക്കി തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഭാഗത്തിൽ ഇനി നമ്മൾ പഠിക്കേണ്ടത് 5-ാം അധ്യായമാണ്. 4-ാം അധ്യായം ഇന്നലെ കഴിഞ്ഞ ആഴ്ച നമുക്ക് തീർക്കാനായിട്ടുള്ള കൃപ ദൈവം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. നമ്മൾ പഠിച്ചു ആദ്യം പാപമെന്ന വിഷയം പൗലോസ് എടുത്ത ശേഷം രക്ഷ എന്ന വിഷയം നമ്മളെ പഠിപ്പിച്ച് ഏതാണ്ട് അത് കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗമാണ് 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 11 വാക്യം. മനുഷ്യരെല്ലാം പാപിയാണെന്ന് തെളിയിച്ച ശേഷം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസമുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു. യാതൊരു പ്രവൃത്തിയുമില്ലാതെ അഭക്തനെ നീതീകരിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ ബഹുത്വം നമ്മൾ 3-ന്റെ 21 തൊട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. 4-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ഒരു ദൃഷ്ടാന്തമായിട്ട് എടുത്ത് കാണിച്ചു. നമ്മൾ കണ്ടു, അബ്രഹാം യാതൊരു പ്രവൃത്തിയുമില്ലാതെ നീതീകരിക്കപ്പെട്ടു. അബ്രഹാം പരിശോധന ഏൽക്കുന്നതിന് മുമ്പ് തന്നെ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ യാതൊരു ഓർഡിനൻസും ആചാരവും നീതീകരണത്തിനായിട്ടില്ല. 3-ാമത് നമ്മൾ കാണുകയുണ്ടായിരുന്നു, അബ്രഹാം ന്യായപ്രമാണം കൂടാതെയാണ് നീതീകരിക്കപ്പെട്ടത്. പിന്നീട് 4-ാമത് നമ്മൾ കണ്ടു, അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്, പ്രവൃത്തിയാലല്ല. അതിൻ്റെ അവസാനം കൺക്ലൂഡ് ചെയ്തു, ഇത് അബ്രഹാമിനെ ഉദ്ദേശിച്ചല്ല എഴുതിയിരിക്കുന്നത്, നമ്മെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. നമ്മെക്കുറിച്ച് ദൈവം എഴുതിയിരിക്കുകയാണ്. അബ്രഹാം ഒരു പ്രവൃത്തിയുമില്ലാതെ വിശ്വസിച്ചു എന്ന കാരണത്താൽ അബ്രഹാമിനെ ദൈവം നീതീകരിച്ചു. അഭക്തനെ നീതീകരിക്കുന്ന ദൈവം, പ്രവർത്തിക്കാത്തവനെ നീതീകരിക്കുന്ന ദൈവം. ദാവീദിൻ്റെ സംഭവം നമ്മൾ കണ്ടു 4-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യത്തിൽ. സങ്കീർത്തനം 32-ൽ നിന്ന് കോട്ട് ചെയ്യുമ്പോൾ ദാവീദിന് ഒന്നും പുകഴാനില്ലാതെ, ഒന്നും ദൈവസന്നിധിയിൽ അവകാശപ്പെടാനില്ലാതെ കരുണ കൊണ്ട് മാത്രം ദൈവനെ നീതീകരിച്ചു. ഒരിക്കലും അവന് ശിക്ഷയില്ലെന്നുള്ളത് ദാവീദിൻ്റെ ആ വാക്യങ്ങളെടുത്ത് കോട്ട് ചെയ്യുമ്പോൾ ദാവീദിനെയും നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നമ്മൾ ഓർത്തതുപോലെ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ കൺക്ലൂഷനിൽ വന്നത് 24-ാം വാക്യം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടാനുള്ളതാകയാൽ തന്നെ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ദൈവം തൻ്റെ പുത്രനിലൂടെ ഒരുക്കിയ വിശ്വാസത്തെ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാണ് ഈ നീതീകരണം. അതിനുവേണ്ടി നമ്മളെ മനസ്സിലാക്കി തരികയായിരുന്നു 4-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ. ആ ഭാഗം കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗം ആണ് 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 11 വാക്യം. നമ്മൾ ശ്രദ്ധിച്ചു, നീതീകരണം എന്ന വിഷയം അവസാനിക്കുന്നത് 5-ന്റെ 11 വരെയുള്ള വാക്യങ്ങളിലാണ്. നമുക്കിന്ന് ആ ഭാഗം ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ബൈബിളുള്ളവർ 5-ാം അധ്യായം ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുകയാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവദേശത്തിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അബദ്ധർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും.
11 വാക്യം, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുവദിച്ചാൽ ഇന്ന് അത്രയും ഭാഗം ധ്യാനിച്ച് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. അത് ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഈ റോമലേഖനം ഇറ്റ് ഇസ് എ ബുക്ക് ഓഫ് ലോജിക്, താത്വികമായ ചിന്തകളുടെ ഒരു പുസ്തകമാണ് റോമലേഖനം. അത് പൗലോസ് ഈ 5-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഒരു ലോജിക്കൽ ആർഗ്യുമെൻറ്റ്, താത്വികമായ ഒരു ആർഗ്യുമെൻ്റ് വിശ്വാസ ജീവിതത്തിലുള്ള ബന്ധത്തിലൂടെ കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ലോജിക്കൽ ആർഗ്യുമെൻറ്റ്, താത്വികമായ ചിന്തയുള്ളത് കൊണ്ടാണ് ഈ പുസ്തകം നമ്മൾ നോക്കിയാൽ ഈ റോമലേഖനത്തിൽ ദെർഫോർ, അതുകൊണ്ട് എന്ന വാക്ക് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണമായിട്ട് 5-ാം അധ്യായം ഇംഗ്ലീഷിൽ തുടങ്ങുന്നത് ദെർഫോർ ഹാവിങ് ബീൻ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. ദെർഫോർ ഹാവിങ് ബീൻ, ആ ദെർഫോർ എന്നുള്ള വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നോക്കിയേ, ദെർഫോർ നൗ ദെർ ഇസ് നോ കണ്ടംനേഷൻ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് മലയാളത്തിൽ അതുകൊണ്ട്, ഇംഗ്ലീഷിൽ ദെർഫോർ എന്ന വാക്ക് വരുന്നു. വീണ്ടും നമ്മൾ നോക്കിയാൽ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദെർഫോർ ഹാവിങ് ബീൻ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, അവിടെയും ദെർഫോർ എന്ന വാക്ക് വരുന്നു. 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കുക, ദെർഫോർ നൗ നോ കണ്ടംനേഷൻ, അവിടെയും ദെർഫോർ എന്ന വാക്ക് വരുന്നു. 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ഈ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഐ ബിസിച്ച് യു ദെർഫോർ ബ്രദറൻസ്, അവിടെയും ദെർഫോർ എന്ന വാക്ക് വരുന്നു. ഈ ദെർഫോർ എന്ന വാക്ക് ആവർത്തിച്ച് ഈ പുസ്തകത്തിൽ വരുന്നതിൻ്റെ കാരണം, ആകയാൽ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ചില കാരണങ്ങളുണ്ട്. ഒരു താത്വികമായ ചിന്ത പൗലോസ് പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആ വസ്തുതകൾ പറയുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം തുടങ്ങി പറഞ്ഞു വന്ന വസ്തുതകൾ പൗലോസ് തെളിയിക്കുകയാണ്. നമുക്ക് യാതൊരു പ്രവൃത്തിയുമില്ലാതെ നമ്മളെ നീതീകരിക്കും. അതുകൊണ്ട് ദെർഫോർ എന്ന് പറഞ്ഞ് അത് പറയുകയാണ്. വീണ്ടും ഈ 5-ാം അധ്യായം എടുത്ത് ശ്രദ്ധിച്ചാൽ, എൻ്റെ ഇംഗ്ലീഷ് ബൈബിളിലൂടെ ഞാൻ മുന്നേ വെച്ചിട്ടുണ്ട്, നോക്കിയാൽ 5 പ്രാവശ്യം ഈ താത്വിക ചിന്തയുള്ള പൗലോസിൻ്റെ മനസ്സിലൂടെ പൗലോസ് സത്യങ്ങൾ തെളിയിക്കാൻ വേണ്ടി മച്ച് മോർ എന്ന വാക്ക് 5 പ്രാവശ്യം ഈ 5-ാം അധ്യായത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 5 വിഷയം, പഠനത്തിനുള്ള വിഷയമാണ്. അതിൻ്റെ 9-ാം വാക്യം, മച്ച് മോർ ദൻ ഹാവിങ് നൗ ബീങ് ജസ്റ്റിഫൈഡ്. 9-ാം വാക്യം, 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ അവൻ്റെ രക്തത്തെ എത്രയധികമായി, മച്ച് മോർ, അത് 9-ാം വാക്യത്തിലുണ്ട്. 10-ാം വാക്യത്തിലും വീണ്ടും 10-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് മച്ച് മോർ. വീണ്ടും 10-ൽ വായിക്കുന്നു. 15-ാം വാക്യം നോക്കിയാലും, ബട്ട് ദ ഫ്രീ ഗിഫ്റ്റ് ഈസ് നോട്ട് ലൈക്ക് ദ ഒഫൻസ്, ഫോർ ഇഫ് ദ വൺ മാൻസ് ഒഫൻസ് മെനി ഡൈഡ് മച്ച് മോർ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അവിടെ 15-ാം വാക്യത്തിൽ വീണ്ടും മച്ച് മോർ എന്ന് പറയുന്നുണ്ട്. വീണ്ടും 17-ാം വാക്യം നോക്കിയാൽ, ഫോർ ഇഫ് ബൈ വൺ മാൻസ് ഒഫൻസ് ഡെത്ത് റെയിൻ ത്രൂ ദ വൺ മച്ച് മോർ ദോസ് ഹു റിസീവ് അബണ്ടൻസ് ഓഫ് ഗ്രേസ്. വീണ്ടും 17-ാം വാക്യത്തിൽ മച്ച് മോർ പറയുന്നുണ്ട്. 20-ാം വാക്യം നോക്കിയാലും, വെർ സിൻ അബൗണ്ടഡ് ഗ്രേസ് അബൗണ്ടഡ് മച്ച് മോർ, അധികമായി കൃപ അവിടെ വർദ്ധിച്ചു എന്ന് 20-ാം വാക്യത്തിലും പറയുന്നുണ്ട്. നോക്കുക, നോട്ട് ചെയ്യേണ്ടവർ നോട്ട് ചെയ്ത് കൊള്ളുക. 9-ാം വാക്യം, 10-ാം വാക്യം, 15-ാം വാക്യം, 17-ാം വാക്യം, 20-ാം വാക്യം, 5 വാക്യങ്ങളിൽ ഈ 5-ാം അധ്യായത്തിൽ പൗലോസ് എത്രയധികം മച്ച് മോർ എന്ന് പറയുന്നുണ്ട്. ദെർഫോർ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഈ 2 വാക്കുകളും നമ്മൾ ഓർപ്പിച്ച പോലെ താത്വികമായ ചിന്തയുടെ മനസ്സിൽ നിന്ന് ഉയരുന്നതാണ്. ഒരു ലോജിക്കൽ പ്രസൻറ്റേഷനാണ്, ആർഗ്യുമെൻ്റാണ്. പൗലോസ് മറ്റുള്ളവരെ പോലെയുള്ളൊരു മനുഷ്യനല്ലായിരുന്നു. നമ്മൾ ഓർക്കണം, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് നമുക്ക് വരുമ്പോൾ അത് ഓരോന്നും നമുക്ക് അപഗ്രഥിച്ച് നോക്കാൻ സമയം അനുവദിക്കുന്നെങ്കിൽ നോക്കാം. നമ്മൾ കണ്ടു, റോമലേഖന പഠനത്തിൽ സർവ്വലോകവും ശിക്ഷയ്ക്ക് യോഗ്യരാണ്, ഒരുത്തനുമില്ല, ഒരു നീതിമാനുമില്ല. എന്നാൽ ദൈവകൃപ, നമുക്ക് കൃപയാൽ രക്ഷ കിട്ടും. 3:21 വായിച്ചതുപോലെ ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്നവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസമുള്ള നീതി വെളിപ്പെട്ടു വരികയാണ്. അത് എന്തുകൊണ്ടെന്നുള്ളത് നമ്മൾ കണ്ടു. എഫെസ്യരിലെ 2:8-9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു പ്രവൃത്തിയുമില്ല, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അബ്രഹാമിനെയും ദാവീദിനെയും ഈ 4-ാം അധ്യായം മുഴുവൻ നമുക്ക് വേണ്ടി ദൃഷ്ടാന്തമായി എടുത്തു തന്നു. ഇനി നമുക്ക് നോക്കാം, ഈ നീതീകരണം നമുക്ക് ലഭിച്ചു.
എന്നാൽ അത് മാത്രം പോരാ, നീതീകരണം നമുക്ക് ലഭിച്ചു. ഇതേക്കുറിച്ച് നമുക്ക് ഉറപ്പുണ്ടോ? ഇത് നഷ്ടപ്പെട്ടു പോകുമോ? ക്യാൻ ഹി ബി ഷുവർ ദാറ്റ് ഇറ്റ് വിൽ ലാസ്റ്റ്? നമ്മൾ ഓർക്കണം, പൗലോസ് ഇത് എഴുതുമ്പോൾ യഹൂദ പശ്ചാത്തലത്തിലുള്ള എഴുത്തുകാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ആദിമ നൂറ്റാണ്ടിലെ സഭയിലെ ഏറിയ പങ്കുകളും നമുക്കറിയാം യഹൂദ പശ്ചാത്തലത്തിൽ രക്ഷിക്കപ്പെട്ടു വന്ന ധാരാളം പേരുണ്ട്. അവർക്ക് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി അനുസരിക്കണം എന്നുള്ള ചിന്താഗതി മുഴുവൻ അവരെ ഭരിക്കുന്ന മനുഷ്യരാണ്. എബ്രായലേഖനവും ഗലാത്യലേഖനവും ഒക്കെ നമ്മളെ പഠിക്കുമ്പോൾ ആ വിഷയം പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. 9 യഹൂദ വിശ്വാസികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനങ്ങൾ 9 പുതിയ നിയമത്തിൽ കാണുന്നു. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ചിന്താഗതിയിൽ ഈ ന്യായപ്രമാണമൊന്നും അനുസരിക്കാതെ, ഇങ്ങനെ യാതൊരു പ്രവൃത്തിയും ചെയ്യാതെ ഇങ്ങനെ നീതീകരണം കിട്ടിയാൽ ഈ നീതീകരണം നിലനിൽക്കുമോ? വിൽ ഇറ്റ് ലാസ്റ്റ്? ഇത് തീർച്ചയാണോ എന്നൊരു സംശയം മനസ്സിൽ വരുമ്പോൾ അതിൻ്റെ മറുപടിയാണ് 5-ാം അധ്യായത്തിൻ്റെ 1 തൊട്ടുള്ള നമ്മൾ വായിച്ച 11 വരെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ആദ്യത്തെ 15 വാക്യത്തിൽ ദ ബ്ലെസ്സിങ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ, അതായത് നീതീകരണത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുകയാണ്. നോക്കുക, നമ്മുടെ നീതീകരണം നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുന്നു, ദൈവമുമ്പാകെ നമുക്ക് ശിക്ഷയില്ലാതാക്കുന്നു, നമ്മളെ അവിടെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുന്നു, നമ്മളെ പൂർണ്ണമായി അവിടെ അംഗീകരിക്കുന്നു. അത് നമുക്ക് ഭാവിയിൽ കിട്ടുന്നു. നമ്മൾ നീതീകരിക്കപ്പെട്ട് സ്വർഗം നമുക്ക് അവകാശമാകാൻ പോവുകയാണ്. എന്നാൽ അത് മാത്രമല്ല, ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ ഗ്യാരണ്ടി ഓഫ് ഹെവൻ. സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് തരിക മാത്രമല്ല, നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് വളരെ ട്രെമൻഡസ്, ഭയങ്കരമായ ഒരു സന്തോഷത്തിനും നമ്മുടെ ആനന്ദത്തിനും ഇടയാക്കുന്ന ട്രെമൻഡസ് ബ്ലെസ്സിങ് ആണ് ഈ നീതീകരണം മൂലം നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പൗലോസ് ഇവിടെ തെളിയിക്കുകയാണ്. മാത്രമല്ല, രണ്ടാമത് പൗലോസ് തെളിയിക്കുന്നത് ഈ നീതീകരണം നിലനിൽക്കുന്നതാണ്, യാതൊരു തർക്കവുമില്ല. അതിൻ്റെ കാരണം താത്വികമായി ഈ പറഞ്ഞ ഭാഗത്ത് പൗലോസ് നമ്മുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് നമുക്ക് ഈ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഭാഗത്തിലേക്ക് കടക്കാം. 1-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ, നമുക്ക് ഓരോ വാക്യങ്ങളും അപഗ്രഥിച്ച് തീർക്കാൻ ശ്രമിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആ വാക്യം തന്നെ വളരെ വ്യക്തമായി പറയുന്നു, പ്രവൃത്തിയല്ല, വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. നീതീകരിക്കപ്പെട്ട ശേഷം ആദ്യം പറഞ്ഞ അനുഗ്രഹം എന്തുവാ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. ജസ്റ്റിഫിക്കേഷൻ്റെ, നീതീകരണത്തിൻ്റെ ആദ്യത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം ദൈവത്തോട് കിട്ടുകയാണ്. ആ ഭാഗം നമുക്ക് ഒന്ന് പരിശോധിക്കാനായിട്ട് നോക്കാം. നമ്മൾ 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു, നമ്മൾ ശത്രുക്കളായിരുന്നു. 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ, 8-ാം അധ്യായം നോക്കിക്കട്ടെ, 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വരുമ്പോഴും ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിപ്പാൻ നമുക്ക് സാധ്യമല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ആ ന്യായപ്രമാണത്തെ തിരസ്കരിക്കുന്നത് കൊണ്ട് നമ്മൾ ആരായിരുന്നു? ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ശത്രുക്കളായിട്ടിരിക്കുന്നവർക്ക് ഒരിക്കലും സമാധാനമില്ല. നമുക്കറിയാം, ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തോട് യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അതൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അല്ല. ഒരു യുദ്ധം നടക്കുക എന്ന് പറഞ്ഞാൽ അത് സമാധാനമുള്ള കാലഘട്ടമല്ല, അത് ഒരു അസമാധാനത്തിൻ്റെ സമയമാണ്. ശത്രുക്കൾ, യുദ്ധം നടക്കുന്ന സമയം. എന്നാൽ യുദ്ധം അവസാനിക്കുമ്പോൾ അത് സമാധാനത്തിൻ്റെ സമയമാണ്. നമുക്ക് നോക്കാം, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പൂർവികമായ അവസ്ഥ. യെശയ്യാപ്രവചനം 48-ാം അധ്യായം, എന്തോ വാക്യമാണെന്ന് നോക്കിയാട്ടെ. നമ്മുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു. ലോകത്തിലുള്ള മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കുക. യെശയ്യാപ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം, ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്ന് യഹോവ അരുളിച്ചെയ്തു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അതോട് ചേർത്ത് 57-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം കൂടെ നോക്കാം. 57-ാം അധ്യായം യെശയ്യാപ്രവചനം തന്നെ 57-ന്റെ 20-ാമത്തെ വാക്യം, ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, അതിനടങ്ങിയിരിപ്പാൻ കഴിയില്ല, അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്നെൻ്റെ ദൈവം അരുളിച്ചെയ്യുന്നു. ഒരു ദുഷ്ടൻ്റെ മനസ്സ്, രക്ഷിക്കപ്പെടാത്തവൻ്റെ മനസ്സ് ചേറും ചെളിയുമായി ആ വെള്ളം കലങ്ങി മറിഞ്ഞ് ആ തിരകൾ പോലെ ഉയർന്നു വരുന്ന പോലെയാണ്. എന്നിട്ട് പറയുകയാണ്, ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്ന് എൻ്റെ ദൈവം പറയുന്നു. തിരുവചനത്തിൽ വായിച്ചു, ദുഷ്ടന്മാർക്ക്
സമാധാനമില്ല. ഒരു വാക്യം കൂടെ, യെശയ്യാവ് 32:17 നോക്കിയാട്ടെ. യെശയ്യാ പ്രവചനം 32-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, 32-ന്റെ 17-ാം വാക്യം. ആ വാക്യം ഒന്ന് നോട്ട് ചെയ്യണം. 32-ന്റെ 17-ാം വാക്യം, നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയവും ആയിരിക്കും. ആ വാക്യം കണ്ടോ? നീതിയുടെ പ്രവൃത്തി സമാധാനമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് സമാധാനം. നീതിയുടെ പ്രവൃത്തി എന്താണ്? സമാധാനമാണ്. നീതിയുടെ പ്രവൃത്തി സമാധാനം, നീതിയുടെ ഫലം ശാശ്വത വിശ്രമം, നിർഭയമായിരിക്കും. സൗരന്മാരെ, നമ്മുടെ കർത്താവ് നമ്മളെ നീതീകരിച്ചത് മൂലം ഒന്നാലോചിച്ച് നോക്കി, നമുക്ക് സമാധാനം, നമുക്ക് വിശ്രമം, ശാശ്വത വിശ്രമം, നമുക്ക് നിർഭയമായിരിക്കാൻ കഴിയും. നമുക്ക് ഒരു ഭയമില്ലാതെ ശാശ്വതമായി സമാധാനത്തോടെ കഴിയുവാൻ നമുക്ക് കഴിയുന്നത് നീതീകരണം മൂലമാണ്. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. എന്നാൽ ഇവിടെ വായിച്ചതുപോലെ നീതിയുടെ പ്രവൃത്തിയാണ് സമാധാനം. അത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു വാക്കാണ്. വി വർ എസ്ട്രേഞ്ച്ഡ് ഫ്രം ഗോഡ്. ദൈവവും മനുഷ്യനും തമ്മിൽ അകന്നിരുന്നു. ഒരു കാലത്ത് സമാധാനമില്ലായിരുന്നു. നമ്മൾ ഓർത്തതുപോലെ ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. എന്നാൽ ഒരു വാക്യം 85-ാം സങ്കീർത്തനം നോക്കിയാട്ടെ. ഈ സത്യം പഠിപ്പിക്കുന്ന വേറെ ഒരു വലിയ സത്യം, ലോക ചരിത്രത്തിൽ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഈ വിധത്തിൽ ഒന്നിച്ച് കണ്ടുമുട്ടിയ ഒരു സ്ഥലം. 85-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം, 85-ന്റെ 10, ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. അതിൻ്റെ ഗൗരവം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദയയും വിശ്വസ്തതയും. വിശ്വസ്തത പാലിക്കുകയാണെങ്കിൽ ദയ കാണിക്കാനൊക്കെയല്ല. ഒരു ജഡ്ജിക്ക് വരുന്ന കുറ്റവാളികളോടൊക്കെ ദയ കാണിച്ചുകൊണ്ടിരിക്കാനൊക്കുമോ? ഇല്ലേ? നമുക്ക് തന്നെ ക്ഷമിക്കണം. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള ദിലീപിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു സങ്കടം വരിക. എന്നാൽ ഈ സർക്കാരിന് അങ്ങനെ ദയ കാണിക്കാനൊക്കത്തില്ല. കാരണം അവർ ആ നിയമത്തിന് വിധേയപ്പെട്ട് അത് ഒരു ജഡ്ജി വിശ്വസ്തയോടെ അത് പാലിക്കുമ്പോൾ അവിടെ ഒരിക്കലും ദയ കാണിക്കാൻ ഒക്കത്തില്ല. എന്നാൽ ലോക ചരിത്രത്തിൽ ഈ ദയയും വിശ്വസ്തയും കൂടെ ഒന്നിച്ചെതിരേറ്റു, ചുംബിച്ചു. 2, നീതിയും സമാധാനം തമ്മിൽ ചുംബിച്ചു. നീതി ഉള്ളിടത്ത് സമാധാനമില്ല, സമാധാനമുള്ളിടത്ത് നീതിയില്ല. നീതിയുടെ പ്രവൃത്തി സമാധാനം നമ്മൾ വായിച്ചു യെശയ്യാ 32. വിശ്വാസത്താൽ നമ്മൾ നീതിരിക്കപ്പെടുകയാണ്. ഈ 85-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം, ഇത് തമ്മിൽ എതിരേറ്റത്, തമ്മിൽ ചുംബിച്ചത് എവിടെയാണ്? കാൽവറി ക്രൂശാണ്. കാൽവറി ക്രൂശാണ്. ക്രൂശിലാണ് ഈ നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചത്. ദൈവത്തിന് മനുഷ്യനെ നീതീകരിപ്പാൻ കഴിഞ്ഞ നീതീകരണം ദൈവത്തിന്, നാം വായിച്ചു, റോമാലേഖനത്തിൽ പഠിച്ചു, തൻ്റെ നീതിക്ക് ഭംഗം വരാതെ യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ. എന്തൊരു പ്രയോഗമാണ്! നീതിമാന ദൈവത്തിൻ്റെ നീതിക്ക് ഭംഗമില്ലാതെ ദൈവത്തിന് നമ്മളെ നീതീകരിപ്പാൻ കഴിയുന്നത് ഇതുമൂലമാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം. ഇനി നമ്മൾ ഓർക്കണം, ഇവിടെ നമ്മൾ വായിച്ചു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം. ഞാൻ പറയുന്ന വാക്യങ്ങൾ നോക്കിയാട്ടെ. കൊലോസ്യർ 1:20 വാക്യം നോക്കിയാട്ടെ. ആ ഒരു വാക്യം തന്നെ നമ്മൾ ഇന്ന് അപഗ്രഥിച്ചാൽ നമുക്ക് ധ്യാനിച്ച് പിരിഞ്ഞു പോകാനായിട്ടുണ്ട്. എങ്കിലും കവിവാചകം പോലെ പറയുന്നത് നോട്ട് ചെയ്ത് കൊള്ളുക. നമ്മുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന വിഷയങ്ങളാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഹി മെയ്ഡ് പീസ്. ആ വാക്ക് നോക്കണം. ഹി മെയ്ഡ് പീസ്. അവൻ സമാധാനമുണ്ടാക്കി. 2 എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നോക്കിയാട്ടെ. എഫേസ്യർ 2:14. എഫേസ്യർ 2:14. അവൻ നമ്മുടെ സമാധാനം. ഹി ഈസ് അവർ പീസ്. അവൻ സമാധാനമുണ്ടാക്കി. അവൻ നമ്മുടെ സമാധാനം. തീർന്നില്ല. എഫേസ്യർ 2:16-17 നോക്കിയാട്ടെ. 16-17 വാക്യം, ക്രൂശിൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി. നമ്മളിപ്പം ചിന്തിച്ചുകൊണ്ടിരുന്ന തന്നെ, ശത്രുതയുള്ളവർക്ക് സമാധാനമില്ല. ശത്രുതയ്ക്ക് എതിരാണ് സമാധാനം. വാർ ഡിക്ലെയർ ചെയ്യുമ്പോൾ ദർ ഈസ് നോ പീസ്. ഇവിടെ വായിക്കുന്നത് എന്താണ്? ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അവൻ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ
അവൻ വന്ന് ദൂരത്തായിരുന്നു നിങ്ങൾക്ക് സമാധാനം, സമീപത്തുള്ളവർക്ക് സമാധാനവും സുശേഷിച്ചു. ആരാ ദൂരത്തിരുന്നവര്? ജാതികൾ. അടുത്തുള്ളവരാരായിരുന്നു? യഹൂദന്മാരെ. അപ്പോൾ അവൻ വന്ന് ദൂരത്തിരുന്നവർക്കും അടുത്തുള്ളവർക്കും സമാധാനം സുവിശേഷിച്ചു. ദൈവത്തോടുള്ള ശത്രുത്വം അവൻ ഇല്ലാതാക്കി. നമ്മൾ നോക്കിയാട്ടെ, ഹീ പ്രൊക്ലെയിംഡ് പീസ്. അവൻ സമാധാനം പ്രഖ്യാപിച്ചു. ആ വാക്യങ്ങൾ കണ്ടോ? നമ്മൾ വായിച്ചു കൊലോസ്യർ 1:20. അവൻ സമാധാനം ഉണ്ടാക്കി. എഫേസ്യർ 2:14 അവൻ നമ്മുടെ സമാധാനം. എഫേസ്യർ 2:16-17 അവൻ സമാധാനം സുവിശേഷിച്ചു. ഹി ഡിക്ലെയർഡ് പീസ്. ദൂരത്തുള്ളവർക്കും സമീപത്തുള്ളവർക്കും. നോക്കുക, യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുള്ള ബന്ധത്തിൽ അപ്പോസ്തലന്മാരിത് പ്രസംഗിച്ചത് നമുക്ക് നോക്കാം. ഒരു വാക്ക്, അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 10. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി 10:36 അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചും കൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിൻ്റെ ശേഷം. നോക്കി ആ വാക്യം നോക്കിയാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം. അതിന് 34 തൊട്ട്. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ലെന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി അറിയുന്നു. ജാതികൾ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ആ പരിശുദ്ധാത്മ പകർച്ച കണ്ട് ജാതികളെ അംഗീകരിച്ചു എന്നത് പത്രോസിന് ബോധ്യമായ ശേഷം പറയുന്നതാണ്, അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. അവിടെ നമ്മൾ വായിക്കുന്ന പോലെ മെസ്സിയാനിക് സാൽവേഷൻ, അതായത് ക്രിസ്തു നമുക്ക് തരുന്ന രക്ഷയിൽ സമാധാനം ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സോന്മാരെ, ഇതൊരു വലിയ കാര്യമാണ്. സമാധാനമില്ലാതെ കഴിയുക. ലോകത്തിൽ മനുഷ്യന് സമാധാനമില്ല. ഞാൻ പലരും ഓർപ്പിച്ചിട്ടില്ലേ, ജയിലിലൊക്കെ ചെന്നാൽ, ജയിലിൽ സുവിശേഷം അറിയിക്കാൻ ചെന്നാൽ നമുക്കറിയാം മനുഷ്യനെ കരയുകയാണ്, അവനെ പൊട്ടിക്കരയുകയാണ്. എറണാകുളത്തൊരു ജയിലിൽ ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ആ ജയിലിൻ്റെ അടികളിൽ പിടിച്ചുകൊണ്ട് ഒരു വാർദ്ധക്യം ചെന്നൊരു മനുഷ്യൻ എന്നോട് ചോദിക്കുന്നുണ്ട്, കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊഴുകുകയാണ്, എൻ്റെ പാപം ക്ഷമിക്കുമോ? സമാധാനമില്ല. എന്നാൽ നമ്മളിപ്പോൾ വായിച്ചു, അവൻ സമാധാനം ഉണ്ടാക്കി. അവൻ മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഈ കർത്താവിനെ എത്രയോ ആരാധിപ്പാൻ നമ്മൾ യോഗ്യരാണ്. എന്നാൽ ഇവിടെ നോക്കിയാൽ വിശ്വാസം നേരിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനം. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ, having been justified by faith we have peace with God through our Lord Jesus Christ. with God എന്ന് പറയുമ്പോൾ indicate the unity and perfect harmony with God. ദൈവത്തോട്. ഈ വാക്ക് നമ്മൾ യോഹന്നാൻ 1:1 വായിക്കുന്നുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പോൾ പുത്രനും പിതാവും തമ്മിലുള്ള ഇൻറ്റിമസി കാണിക്കുന്ന പോലെ തന്നെ ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തോട് പെർഫെക്റ്റ് ഹാർമോണി. മനസ്സിന് ഒരു സംശയവും ഇല്ലാതെ വണ്ണം ക്രൂശിൽ വെച്ച് ശത്രുതമില്ലാതാക്കി ദൈവത്തോട് നമ്മളെ നിരപ്പിച്ച് നമുക്ക് സമാധാനം ഉണ്ടായി. നമ്മൾ ഓർത്ത പോലെ 2 രാഷ്ട്രങ്ങൾ തമ്മിൽ, 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലാണെങ്കിൽ അവർക്ക് തമ്മിൽ സമാധാനമില്ല. എന്നാൽ യുദ്ധം അവസാനിക്കുമ്പോൾ സമാധാന കരാർ ഒപ്പുവെച്ച് സമാധാനമുള്ളതുപോലെ നമുക്ക് ദൈവത്തോട് സമാധാനം കിട്ടി. എന്നാൽ ഇതെല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ്. എന്നാൽ വേറെ ഒരു സമാധാനത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം എടുത്താട്ടെ. ഫിലിപ്പ് ലേഖനം വേറൊരു സമാധാനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അത് ഈ സമാധാനമല്ല. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4, 6 and 7. അവിടെ നോക്കിക്കാട്ടെ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കാത്രേ വേണ്ടത്. എന്നാൽ കണ്ടീഷനാ, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ക്രിസ്തുയേശുവിൽ കാക്കും. അതായത് ഈ വാക്കിനെക്കുറിച്ച് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്, കാക്കുമെന്നുള്ളത് ഗാരിസൺ യുവർ മൈൻഡ്സ് ആൻഡ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ പട്ടാളമിറങ്ങി ഈ കാവൽ ചെയ്ത് സൂക്ഷിക്കുന്ന പോലെ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ചിന്തകളെയും സമാധാനത്തിൽ സൂക്ഷിക്കും. ഇവിടെ പറയുന്നത് ദൈവത്തോടുള്ള സമാധാനമല്ല. ഇവിടെ നോക്കിയാട്ടെ, ആ സമാധാനത്തിൻ്റെ പേരെന്നാ? ദൈവസമാധാനം.
ദൈവസമാധാനം. ദൈവസമാധാനം ദൈവസമാധാനം എക്സ്പെരിമെൻ്റലാണ്. അത് അനുഭവിച്ചറിയേണ്ടതാണ്. ദൈവമക്കള് ആകുല ചിത്തയുള്ളവരാകരുത്. എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. പ്രാർത്ഥനയോടും സ്തോത്രത്തോടും കൂടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. നമ്മുടെ കർത്താവ് അറിയാതെ ഒന്നും നമുക്ക് സംഭവിക്കുന്നില്ല. ഹീസ് എ ബേർഡൻ ബിയറർ. നമ്മുടെ ഭാരങ്ങളെ ചുമക്കുക. കർത്താവ് നമ്മോട് പറഞ്ഞു, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലെ ഇട്ടുകൊള്ളുക. നമുക്ക് വേണ്ടി കരുതുന്നൊരു കർത്താവ്, നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു കർത്താവ്, നമ്മുടെ ഹൃദയത്തിൽ വേദനകളും ഭാരങ്ങളും തരുന്ന വിഷയങ്ങൾ നമ്മോട് ആവശ്യപ്പെട്ടു പ്രാർത്ഥനയോടും സ്തോത്രത്തോടും കൂടെ ദൈവസന്നിധിയിൽ അർപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് ദൈവസമാധാനം. നമ്മുടെ ഹൃദയത്തെ നമ്മുടെ മനസ്സിനെയും കാത്തുള്ളൂ. എന്നാൽ അനേക വിശ്വാസികളെ കണ്ടാൽ അവർ വളരെ ഭാരപ്പെട്ടൊക്കെ ജീവിച്ചു പോകുന്നതിൻ്റെ കാരണം ഈ എക്സ്പെരിമെൻ്റൽ, ഈ പ്രായോഗികമായ ഈ സമാധാനം അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചെടുക്കാത്തതുകൊണ്ടാണ്. സഹോദരന്മാരെ, ഇത് വേറെയാണ്. നമ്മൾ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിച്ചത് ദൈവത്തോട് സമാധാനം, അതെല്ലാ ദൈവമക്കൾക്കും ഉണ്ട്. ശത്രുത മാറി കിട്ടി, നീതീകരിക്കപ്പെട്ടു, ഇനി നമുക്ക് സമാധാനം. നമ്മൾ ഓർത്തതുപോലെ അവൻ അതുണ്ടാക്കി. എന്നാൽ ദൈവസമാധാനം നമുക്ക് ലഭിക്കുന്നത്, നമുക്ക് ദൈവസമാധാനത്തോടെ ജീവിപ്പാൻ കഴിയുന്നത് സകല ചിന്തകളും അവൻ്റെ പേരിൽ നമ്മൾ ഇട്ടുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ കർത്താവിൻ്റെ സന്നിധിയിൽ അതൊക്കെ അർപ്പിച്ച് ജീവിക്കുമ്പോഴാണ്. രണ്ടാമത്തെ അനുഗ്രഹം കൂടെ പറഞ്ഞിരിക്കുന്നത് ആ 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നോക്കിക്കാട്ടെ. നാം നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസാൽ പ്രവേശനം ലഭിച്ചു. ആക്സസ്. രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് അവൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം ലഭിച്ചു. ത്രൂ ഹും വി ഓൾസോ ഹാവ് access by faith into this grace. We have access into this grace. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് ഒരു വലിയ അനുഗ്രഹം ലഭിച്ചു. നമ്മൾ പഴയ നിയമ ഏടുകൾ കണ്ടോ? ഇസ്രായേലിൻ്റെ ദേവാലയത്തെ ശ്രദ്ധിച്ചോ? യഹൂദനെ ദൈവത്തിൻ്റെ അടുക്കൽ വരാതെ വലിയൊരു കർട്ടൻ തൂങ്ങിക്കിടപ്പുണ്ട്. മനുഷ്യന് പോലും എടുത്തു വെക്കാൻ കഴിയാത്ത ഭയങ്കര ഒരു കർട്ടൻ കിടപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് മഹാപുരോഹിതനല്ലാതെ ആർക്കും പോകാൻ കഴിയില്ല. ഇനിയും ജാതികൾ എവിടെ വരെ വരും? നമുക്ക് അറിയാം, യഹൂദൻ ദേവാലയം പണിയുമ്പോൾ പുറത്തൊരു ഒരു ഒരു മതിലുണ്ട്. ആ മതിലിൽ എഴുതി വച്ചിട്ടുണ്ട്, ഇതുവരെ ജെൻറ്റൈൽസ്, ജാതികൾക്ക് വരാനൊക്കത്തുള്ളൂ. ബിയോണ്ട് ദാറ്റ് അവരെ കൊല്ലും. ആ മതിലിന് അപ്പുറത്തോട്ടൊരു ജാതി കടന്നു പോയാൽ അവനെ കൊല്ലും. യഹൂദൻ്റെ ദേവാലയത്തിൽ, യഹൂദന് ദേവാലയത്തിൻ്റെ ഉള്ളിൽ അതും കയറാൻ സാധ്യമല്ല. മഹാപുരോഹിതന് പോലും ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്തോട്ട് പോകാൻ നിവൃത്തിയില്ല, പ്രവേശനമില്ല. എന്നാൽ ഇവിടെ ഇപ്പം നമ്മൾ വായിച്ചു, നമുക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് ഓർത്താട്ടെ, നമുക്ക് അവൻ മൂലം ദൈവസന്നിധിയിലേക്ക് പ്രവേശനം കിട്ടി. അതിൻ്റെ അനുഗ്രഹം എന്ന് ഓർത്താട്ടെ, ആ ആക്സസ്, നമ്മൾ ആ വാക്യമൊന്ന് നമുക്കൊന്ന് അപഗ്രഥിക്കാം. നാം നിൽക്കുന്ന അവൻ മൂലം വിശ്വാസാൽ പ്രവേശനം ലഭിച്ചു. പ്രവേശനം ലഭിച്ചു എന്നുള്ളത് ഇംഗ്ലീഷിൽ ആക്സസ് എന്നുള്ള വാക്കാണെങ്കിലും ഗ്രീക്ക് ലാംഗ്വേജിൽ അതിൻ്റെ ആശയം അപ്രോച്ച് ഓർ ഇൻട്രഡക്ഷൻ. ആ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു, ഇൻട്രഡക്ഷൻ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ശരിക്കുള്ള അർത്ഥം. കുറച്ചുകൂടെ ചേരുന്ന അർത്ഥം ഇൻട്രഡക്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ പരിചയപ്പെടുത്തുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്ത്? അവൻ മൂലം. ഈ ഇൻട്രഡക്ഷൻ നമ്മൾ ഓർക്കണം. 1 തിമോഥെയോസ് 6:15-16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആർക്കും, ദൈവത്തെക്കുറിച്ച് വായിക്കുന്നു, ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അൺഅപ്രോച്ചബിൾ. ദൈവം വലിയവനാണ്, ഉന്നതനാണ്, അടുക്കുവാൻ നിവൃത്തിയില്ല. എന്നാൽ അവൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അവൻ മൂലം നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം കിട്ടി. അതിൻ്റെ അനുഗ്രഹം കണ്ടോ? നമ്മൾ എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അത് വായിച്ചു. ഒന്നുകൂടെ വായിക്കാം നമുക്ക്. 17-18 വാക്യം നോക്കിയാട്ടെ. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യം. 18-ാം വാക്യം 18 നമ്മൾ വായിച്ചില്ല. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനം സുവിശേഷിച്ചു, സമീപത്തുള്ളവർക്ക് സമാധാനം സൂചിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ വാക്ക് കണ്ടോ? അവൻ മൂലം നമുക്ക് പിതാവിലേക്ക്
പ്രവേശനമുണ്ട്. കർത്താവായ യേശുക്രിസ്തു മൂലമല്ലാതെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രവേശിപ്പാൻ സാധ്യമല്ല. ദൂരത്തിരുന്ന ജാതികളും അടുത്തിരുന്ന യഹൂദന്മാർക്കും നമ്മളിവിടെ വായിച്ചതുപോലെ ആ പ്രവേശനം കിട്ടി. പിന്നീട് പൗലോസ് പറയുന്നുണ്ട്, എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അവിടെ പൗലോസ് പറയുന്നത് എന്താണെന്ന് നോക്കിയാട്ടെ. 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനമുണ്ട്. അവനിൽ ആശ്രയിച്ചിട്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായം നോക്കിയാട്ടെ. 10-ാം അധ്യായം, അടുത്ത് വരരുത് എന്ന് പറഞ്ഞിരുന്നു പഴയ നിയമത്തിൽ. അടുത്ത് വരരുത്, മഹാപുരോഹിതനും കൽപ്പന കൊടുത്ത് ആണ്ടിൽ ഒരിക്കലേ വരാവും. എന്നാൽ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നോക്കിയാട്ടെ. നമുക്കൊരു മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ട് ശുദ്ധവെള്ളത്താൽ ശരം കഴുകപ്പെട്ട വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തിയല്ലുക. നമുക്ക് പ്രവേശനമുണ്ട്. നമുക്ക് അവൻ മൂലം പ്രവേശനമുണ്ട്. നമുക്ക് ഇരുപക്ഷക്കാർക്കും പ്രവേശനമുണ്ട്. ദൈവസന്നിധിയിലേക്ക് പ്രവേശിപ്പാനുള്ള ഭയങ്കര ഒരു അവകാശം നമ്മൾ കണ്ടു. ദൈവത്തോട് നമുക്ക് സമാധാനം അവന് സ്ഥാപിച്ചു തന്നു. 2, നമ്മളെ ദൈവസന്നിധിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദൈവസന്നിധിയിൽ പ്രവേശിപ്പാൻ നമുക്ക് അവകാശം അവൻ ഉണ്ടാക്കി തന്നു. അവനിൽ ആശ്രയിച്ച് നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇവിടെ വായിക്കുന്നു അതിൻ്റെ 2-ാം വാക്യത്തിൽ, ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചു. കൃപയെന്ന് പറയുമ്പോൾ ഇറ്റ് സം അപ്പ്, അതായത് വിശുദ്ധന്മാർക്ക് ഇന്ന് അനുഭവിപ്പാനും എല്ലാം കഴിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം കൂടെ അത് ഒന്നിച്ചു കൂട്ടിപ്പറഞ്ഞിരിക്കുകയാണ്. ഈ കൃപയിലേക്ക് അവൻ മൂലം പ്രവേശനം കിട്ടി. ഞാനിതൊന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റെ മനസ്സിനെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. എസ്തേറിൻ്റെ പുസ്തകം എടുത്താട്ടെ. എസ്തേറിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്നുകൂട്ട് വായിക്കാം. 3-ാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജധാനിയുടെ അകത്ത് പ്രകാരത്തിൽ ചെന്ന് രാജഗൃഹത്തിൻ്റെ നേരെ നിന്നു. രാജാവ് സമാധാനത്തിൽ രാജഗൃഹത്തിൻ്റെ രാജാവ് രാജധാനിയിൽ രാജഗൃഹത്തിൻ്റെ വാതിലിന് നേരെ തൻ്റെ സിംഹാസനം ഇരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി. തൻ്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിൻ്റെ നേരെ നീട്ടി. എസ്തേർ അടുത്തിയെന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. 4-ാം അധ്യായത്തിൻ്റെ 11-12 നോക്കി. 4-ാം അധ്യായത്തിൻ്റെ 11-12. യാതൊരു പുരുഷനും സ്ത്രീയും വിളിക്കപ്പെടാതെ രാജാവിൻ്റെ അടുക്കൽ അകത്ത് പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോടിരിക്കാതെ വണ്ണം രാജാവ് പൊൻചെങ്കോൽ അയാളുടെ നേരെ നീട്ടാഞ്ഞാൽ അയാളെ കൊല്ലേണ്ടതിന് ഒരു നിയമം ഉള്ള പ്രകാരം രാജാവിൻ്റെ സകല ഭൃത്യന്മാരും രാജാവിൻ്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിയുന്നു. എന്നാൽ എന്നെ ഈ 40 ദിവസത്തിനകത്ത് രാജാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല. അവൻ എസ്തേറിൻ്റെ വാക്ക് മൊർദെഖായിയോട് അറിയിച്ചു. 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം കൂടെ. 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം കൂടെ. രാജാവ് പൊൻചെങ്കോൽ എസ്തേറിൻ്റെ നേരെ നീട്ടി. എസ്തേർ എഴുന്നേറ്റ് രാജസന്നിധിയിൽ പറഞ്ഞത്. സഹോദരന്മാരെ, എന്തൊരു മനോഹരമായ ചിത്രമാണ്. നമുക്കറിയാം, ആ ഭാഗം വായിക്കുമ്പോൾ അറിയാം, അന്നത്തെ കാലത്ത് പ്രമാണം 4-ാം അധ്യായത്തിൽ വായിച്ചു, ഒരു മനുഷ്യനും രാജാവ് വിളിക്കാതെ അകത്ത് കയറുവാൻ നിവൃത്തിയില്ല, രാജസന്നിധിയിൽ ചെല്ലാൻ നിവൃത്തിയില്ല. രാജാവ് ഒരാളെ കണ്ട് ആ പൊൻചെങ്കോൽ രാജാവ് നീട്ടുന്നില്ലെങ്കിൽ അയാളെ അന്നേരം എടുത്തുകൊണ്ട് പോകും കൊല്ലാൻ. ആ പൊൻചെങ്കോൽ കാണിക്കാന്ന് പറഞ്ഞാൽ എസ്തേർ ഉപവസിച്ച് അവൻ്റെ മുന്നിൽ കണ്ടപ്പോൾ നമ്മൾ വായിക്കുന്നു, രാജാവിന് അവളോട് കൃപ തോന്നി. ആ പൊൻചെങ്കോൽ അവിടെ നേരെ നീട്ടി. അവൾ ചെന്ന് ആ പൊൻചെങ്കോൽ തൊട്ടു. അവളെ കൊന്നില്ല. ദൈവസന്നിധിയിൽ ആർക്ക് പ്രവേശനം ഉണ്ടായിരുന്നു? ഇന്ന് രാത്രി നമ്മളൊന്ന് ഓർത്തി, ആ പൊൻചെങ്കോൽ നമ്മുടെ നേരെ നീട്ടി. അതിൻ്റെ കാരണം നമ്മൾ വായിച്ചതുപോലെ നമ്മളോട് കൃപ തോന്നി. ദൈവത്തിന് നമ്മളോട് കൃപ തോന്നി. എസ്തേറിനോട് രാജാവിന് കൃപ തോന്നി. ആ പൊൻചെങ്കോൽ അവളുടെ നേരെ നീട്ടി. ന്യൂ ഇംഗ്ലീഷ് ബൈബിളിലെ ആ വാക്യം ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. വി ഹാവ് ബീൻ അലൗഡ് ടു എൻ്റർ ടു ദ സ്പിയർ ഓഫ് ഗോഡ്സ് ഗ്രേസ്. We have been allowed to enter into the sphere of God's grace. ദൈവ കൃപയുടെ പ്രതലത്തിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് അനുവാദം കിട്ടി. കൃപയാൽ രക്ഷിക്കപ്പെട്ടു.
ഇവിടെ നമ്മൾ വായിച്ചതുപോലെ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമ്മളെ കൃപ നമുക്കറിയാം, കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം അർഹതയില്ലാത്ത നന്മകളെന്നാണ്. അർഹതയില്ലാത്ത നന്മയിലേക്ക് അവൻ കൃപ കാണിച്ചെന്ന് മാത്രമല്ല, നമ്മളെ ഇന്ന് നിർത്തിയിരിക്കുന്നതും എവിടെയാ? കൃപയിലാണ്. എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴോ കൃപയുടെ അത്യന്തധനം നമ്മളിൽ വെളിപ്പെടുത്തും. കൃപയാൽ രക്ഷിക്കപ്പെട്ടു, കൃപയിൽ നമ്മളെ നിർത്തിയിരിക്കുന്നു, കൃപയുടെ അത്യന്തധനം നമ്മളിൽ വരും കാലങ്ങളിൽ പ്രദർശിപ്പിക്കും. ദൈവകൃപയുടെ പ്രദർശനമായിരിക്കും. എഫേസ്യ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നു. അതിൻ്റെ മഹത്വം ഓർത്ത് മറ്റ് യുഗങ്ങളിൽ മുഴുവൻ ദൈവകൃപയുടെ മഹത്വം വെളിപ്പെടുത്തുന്ന ആ വ്യക്തിത്വമാണ് നമ്മളെന്നുള്ളത് മറക്കരുത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5 തൊട്ടുള്ള വാക്യം, ക്രിസ്തുയേശുവിനോടുകൂടെ ജീവിപ്പിക്കപ്പെടുകയും കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്, ദൈവകൃപ കാണിക്കേണ്ടതിന്, പ്രദർശിപ്പിക്കേണ്ടതിന് വരും കാലങ്ങളിൽ. അതിൻ്റെ അർത്ഥം എന്നാ? ദൈവകൃപ എന്താണെന്ന് കാണിക്കാൻ പോകുന്നത് എന്നിലും നിങ്ങളിലുമാണ്. ദൂതന്മാർക്കും മറ്റ് യുഗങ്ങളിലുമൊക്കെ ദൈവകൃപ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മളിലാണ്. പാവപ്പെട്ട നമ്മൾ, കുറവുള്ള നമ്മൾ, ബലഹീനരായ നമ്മൾ, ഇന്നും അറിവുകളും അവിവേകങ്ങളും മാത്രമുള്ള നമ്മളെ സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ പുത്രൻ കൊണ്ട് നിർത്തുമ്പോൾ ആ കൃപയങ്ങോട്ട് ചൊരിഞ്ഞ് മറ്റ് യുഗങ്ങളിൽ കാണിക്കും. ഈ കൃപയുടെ വലുപ്പമെന്ന് നമ്മളിൽ പ്രദർശിപ്പിക്കും. ദൈവകൃപയുടെ വലുപ്പം അത് കാണിക്കുന്ന ക്യാൻവസാണ് നമ്മൾ. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു കലാകാരൻ അവൻ്റെ കയ്യിൽ ബ്രഷുമുണ്ട്, പെയിൻറ്റുമുണ്ട്, അവന് വരയ്ക്കാൻ നല്ലൊരു മൂടും കിട്ടി. അവന് വരയ്ക്കാൻ ഒരു ക്യാൻവാസ് കഷ്ണം വേണം. ആ ക്യാൻവാസ് കഷ്ണത്തിൽ അവൻ്റെ കരവിരുത് കൊണ്ട് അവൻ്റെ ആർട്ടിസ്റ്റിക് മെൻറ്റാലിറ്റിയിൽ നിന്ന് അവൻ്റെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നത് ക്യാൻവാസിലാണ്. സ്വർഗം, ദൈവം തൻ്റെ കൃപയുടെ മഹത്വം വെളിപ്പെടുത്തുന്നത് പാവപ്പെട്ട നമ്മളിലാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടു, ദൈവകൃപയിൽ നമ്മളെ നിർത്തിയിരിക്കുന്നു. വരുന്ന യുഗത്തിൽ ദൈവകൃപ നമ്മളിൽ പ്രദർശിപ്പിക്കും. കൃപയല്ലാതെ നമുക്കൊന്നും പൂഴുവാനായിട്ട് ഇല്ല. നമ്മൾ ഓർത്തതുപോലെ അവൻ മൂലം ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടിയിരിക്കുകയാണ്. എത്ര വലിയ അനുഗ്രഹമാണെന്നുള്ളത് നമ്മൾ ഓർക്കുക. കർത്താവിനാൽ നമുക്ക് സമാധാനം കിട്ടി, ദൈവത്തോട് നമുക്ക് പിതാവിൻ സന്നിധിയിലേക്ക് പ്രവേശനം കിട്ടി. നമ്മൾ ഓർത്തതുപോലെ കൃപയിൽ നിൽപ്പാൻ നമുക്കിടയാക്കി മാറ്റി. അത് മാത്രമല്ല, 2-ാം വാക്യത്തിൽ വായിക്കുന്നു, അതിൻ്റെ 2ാമത്തെ പോർഷൻ, 2-ാം വാക്യത്തിൻ്റെ 2-ാം പോർഷനിൽ വായിക്കുന്നു, നാം ദൈവദേശത്തിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. വി ഓൾസോ റിജോയ്സ് ഇൻ ഗോഡ്സ് ത്രൂ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ന്യൂ കിങ്സ് ജെയിംസ് വേർഷൻ. ഒരു പുതിയ ട്രാൻസ്ലേഷൻ്റെ കിട്ടിയിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ടത് പാഷൻ വേർഷൻ എന്ന് പറയും. അത് വായിച്ചാൽ ഇത് പാഷൻ ട്രാൻസ്ലേഷൻ. ആ ട്രാൻസ്ലേഷൻ ചില ബുക്കുകളെ വന്നിട്ടുള്ളൂ, ഉത്തമികതവും എൻ്റെ കയ്യിലുണ്ട്, റോമൻസും ഉണ്ട്. പാഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ദൈവത്തിൻ്റെ പാഷൻ, ദൈവത്തിന് മനുഷ്യനോടുള്ള പാഷൻ, അതിനെ ബേസ് ചെയ്താണ് ആ ഭാഷാന്തരം ചെയ്തത്. ചില വാക്യങ്ങളൊക്കെ വായിക്കുമ്പം ഭയങ്കര ആശയമാണ്. ആ 2-ാം വാക്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് മലയാളത്തിൽ വായിച്ചിട്ട് ഞാൻ ഈ പാഷൻ വേർഷനിൽ വായിക്കാൻ പോവാം. ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് അത് ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി അറിയാം. നാം ദൈവദേശൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ബട്ട് ഈവൻ മോർ ദാൻ ദാറ്റ് വി ഓവർഫ്ലോ വിത്ത് ട്രംപറ്റ് ജോയ് in our new relation of living in harmony with God, all because of Jesus Christ. Even more than that, we overflow with triumphant joy. നോക്കുക, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളിൽ കവിഞ്ഞൊഴുകുന്ന സന്തോഷത്താൽ നമ്മൾ വിജയാളികളായി ഒരു പുതിയ ബന്ധം യേശുക്രിസ്തു മൂലം പിതാവിനോട് നമുക്ക് ലഭിച്ച ആ ഹാർമോണി ആ വലിയ ബന്ധം മൂലം, യേശുക്രിസ്തു നൽകിത്തന്ന ബന്ധം മൂലം നമ്മൾ സന്തോഷിക്കുകയാണ്. ഇവിടെ മലയാളത്തിൽ എഴുതിയപ്പോൾ ദൈവദേശത്തിൽ പ്രത്യാശിക്കുന്നു എന്നുള്ളത് റിജോയ്സ് എന്നാണ്. വി റിജോയ്സ്. ഇംഗ്ലീഷിൽ ന്യൂ കിങ്സ് വേർഷനിൽ വി ഓൾസോ റിജോയ്സ് എന്നാണ്. റിജോയ്സ്.
ആ റിജോയ്സ് എന്നുള്ളതിന് ഭാഷാപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ആസ് ബോസ്റ്റ്. നമ്മൾ അതിൽ ബോസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പുകഴുന്നു. ഇവിടെ മലയാളത്തിൽ വന്നപ്പോൾ അത് ഭാഷ പ്രശംസിക്കുന്നു. അത്രയുമല്ല, നാം ദൈവദേശത്തിൻ്റെ പ്രത്യാശയിലെ പ്രശംസിക്കുന്നു, ബോസ്റ്റ് ചെയ്യുന്നു. അത് വീണ്ടും നമുക്ക് 3-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും ഉണ്ട്. 3-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും ആ വാക്ക് ഉപയോഗിക്കുന്ന കാണുന്നത്. നമ്മൾ ഓർക്കണം, ഒന്നും ബോസ്റ്റ് ചെയ്യാനില്ലായിരുന്നു. പാപികൾ എന്നുള്ള നിലയിൽ ഒന്നും ബോസ്റ്റ് ചെയ്യാനില്ല. ഈ സന്തോഷം 8-ാം അധ്യായത്തിൻ്റെ 18 തൊട്ടുള്ള വാക്യത്തിൽ പൗലോസ് നമുക്ക് വേണ്ടി അത് വിശദീകരിച്ച് തരുന്നുണ്ട്. നമുക്കപ്പോൾ അത് കൂടുതലായിട്ട് പഠിക്കാം. നമ്മൾ ആ ദൈവ തേജസ്സിൻ്റെ മഹത്വം നമ്മൾ കാണാൻ പോവുകയാണ്. 3-4 വാക്യം നോക്കാം. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്ന അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നീതീകരിക്കപ്പെട്ടു എന്നുള്ളതിനാൽ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും മാറുന്നുവെന്ന് പഠിപ്പിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ടാൽ മതി, പിന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വരുമെന്ന് ബൈബിള് പഠിപ്പിക്കുന്നില്ല. പുതിയൊരു പഠിപ്പീരൊക്കെ ഉണ്ടല്ലോ. കർത്താവ് നമ്മോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 16:33, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു, ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ സ്വർഗരാജ്യത്തിൽ കടക്കണം. ദൈവത്തിന് വേണമെങ്കിൽ ഈ കഷ്ടത മാറ്റിത്തരാമായിരുന്നു. നാം വായിക്കുന്നുണ്ട്, പരീക്ഷകളോടുകൂടെ പോക്കുവഴികളും അവൻ ഉണ്ടാക്കിത്തരും. പരീക്ഷ സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്കുവഴികളും. പരീക്ഷ അങ്ങ് മാറ്റിയാൽ പോരായിരുന്നു. ഈ പോക്കുവഴി ഉണ്ടാക്കി തരാമെങ്കിൽ പരീക്ഷ അങ്ങ് മാറ്റി തന്നാൽ പോരായിരുന്നു. ഇല്ല, പരീക്ഷ തന്നേ ഒക്കത്തുള്ളൂ, കഷ്ടങ്ങളൊക്കെ തന്നേ ഒക്കത്തുള്ളൂ. നമ്മൾ മഹത്വത്തിലെത്തുവാൻ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തെങ്കിലേ കനാനിൽ എത്തുകയുള്ളൂ. ഇവിടെ നമ്മൾ വായിക്കുന്നു, വിശ്വാസികൾക്ക് അത് മാറ്റിക്കളയുവാൻ സാധ്യമല്ല. ഒരു പ്രാകൃത മനുഷ്യൻ, രക്ഷിക്കപ്പെടാത്തവൻ ഒരിക്കലും കഷ്ടതകളിൽ സന്തോഷിപ്പാൻ കഴിയില്ല. അവന് കഷ്ടത വരുമ്പോൾ ശപിക്കും, കഷ്ടത വരുമ്പോൾ പിറുപിറുക്കും, കഷ്ടത വരുമ്പോൾ അവന് വേറെ ഒരു രീതിയിൽ പ്രതിഫലിക്കും. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ആ കഷ്ടതയിൽ അവൻ സന്തോഷിക്കുകയാണ്, ബോസ്റ്റ് ചെയ്യുകയാണ്, റിജോയ്സ് ചെയ്യുകയാണ്. നോക്കുക, ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ട്രിബുലേഷൻ. ഞാനത് ന്യൂ കിങ്സ് വേർഷൻ വായിക്കാം. നോട്ട് ലൈക്ക് ദാറ്റ് വി ഓൾസോ ഗ്ലോറി ഇൻ ട്രിബുലേഷൻ. നമ്മൾ കഷ്ടത എന്നുള്ളത് ട്രിബുലേഷൻ, നമുക്ക് ട്രിബുലേഷൻ പീരീഡ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, പീഡന കാലഘട്ടമെന്നാണ്. ട്രിബുലേഷൻ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആ വാക്കൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം ട്രിബുലേഷൻ എന്ന വാക്ക്, കഷ്ടത എന്ന വാക്ക് ലാറ്റിൻ വാക്കിൽ നിന്ന് വന്നായിരിക്കും. ഇതാണ് ട്രിബുലേഷൻ കംസ് ഫ്രം എ ലാറ്റിൻ വേർഡ് ട്രിബുലം. ട്രിബുലം എന്ന് പറയുന്നൊരു വാക്കാണ്, TRIBULUM, ട്രിബുലം. ട്രിബുലം എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ കാലത്ത് അതൊരു ഉപകരണമായിരുന്നു. ഒരു കട്ടിയുള്ളൊരു തടി, അതിന് സ്പൈക്ക് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ട്രിബുലം ഉപയോഗിച്ചിരുന്നത് നെല്ലുമൊക്കെ അവർ കൊയ്ത് കൊണ്ടുവന്നേച്ച് അതിനെ ഇങ്ങനെ ഗ്രെയിൻസ്, അതിൻ്റെ മണികളൊക്കെ വേർതിരിക്കാനും അതിൻ്റെ പതിരും മണികളൊക്കെ വേർതിരിച്ചെടുക്കുന്ന ഒരു ഉപകരണമായിരുന്നു ട്രിബുലം. ആ വാക്കിൽ നിന്ന്, ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ട്രിബുലേഷൻ, കഷ്ടത എന്നുള്ള വാക്ക് വന്നത്. അപ്പോൾ കഷ്ടത കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്നറിയാമോ? കഷ്ടത കൊണ്ട് ഇറ്റ് പ്യൂരിഫൈസ് അസ്. നമ്മളിലുള്ള ഈ എന്താ പറയേണ്ടത്, ഈ പതിരിനെയൊക്കെ മാറ്റിക്കളയുക. പത്രോസിനോട് കർത്താവ് പറഞ്ഞില്ലേ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ എന്നോട് അനുവാദം ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞോ, പാറ്റരുതെന്ന് പറഞ്ഞോ? ഇല്ല, ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. പാറ്റണമായിരുന്നു, പാറ്റിയിട്ടാണ് ആ പതിര് മാറിയത്. വിശ്വാസികളുടെ ജീവിതത്തിൽ ട്രിബുലേഷൻ വരും, ട്രയൽസ് വരും. നമ്മൾ ഓർത്തതുപോലെ ആ ട്രിബുലം എന്ന വാക്ക്, ഈ ട്രിബുലേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടത വരുമ്പോൾ നമ്മളിൽ വേറെ ഒരു ക്യാരക്ടർ ഉണ്ടാകും. എന്താണത്? കഷ്ടത സഹിഷ്ണുത. ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം. കഷ്ടത സഹിഷ്ണുതയും സിദ്ധതയും ഉളവാക്കുന്നു എന്ന് ഇംഗ്ലീഷ് വായിച്ചാൽ സഫറിങ് പ്രൊഡ്യൂസസ് പെർസെവറൻസ്, പേഷ്യൻ്റ് എൻഡ്യൂറൻസ്. കഷ്ടത വരുമ്പോൾ നിശബ്ദമായിരുന്ന് അത് അനുഭവിപ്പാനുള്ള ഒരു കഴിവ് നമുക്ക് തരുന്നു. നാം വായിക്കുന്നുണ്ട്, കർത്താവിനെ കുറിച്ച് വായിക്കുന്നു, അവൻ ക്രൂശിനെ
സഹിച്ചു. ക്രൂശിനെ സഹിച്ചു. ആ സഹിച്ചു എന്നുള്ള വാക്കാണ് ഈ സഹിഷ്ണുത. പേഷ്യൻ്റ് എൻഡുറൻസ്, ശാന്തമായി അനുഭവിക്കുക. നമ്മുടെ കർത്താവിൽ ആ ക്യാരക്ടർ നമ്മൾ കാണുക. ക്രൂശിനെ അവൻ സഹിച്ചു. യാക്കോബ് രേഖപ്പെടുത്തി, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ ഇതൊരു ക്യാരക്ടറാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ അസഹിഷ്ണുത എടുത്ത് പ്രതിഫലിക്കുകയും ഓരോന്ന് പറയുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യുകയല്ല. വി പേഷ്യൻ്റ്ലി എൻഡ്യൂർ ഇറ്റ്. ശാന്തമായി അത് അനുഭവിക്കുകയാണ്. നമ്മുടെ കർത്താവ് അതിന് ഒരു മാതൃക മുന്നിൽ വെച്ചിരിക്കുകയാണ്. അവൻ ക്രൂശിനെ സഹിച്ചു, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു, എൻഡ്യൂർ ചെയ്തു. കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു. അറ്റ് പ്രൊഡ്യൂസസ്. നമുക്കറിയാം, നമ്മളുടെ ക്യാരക്ടർ ഇല്ല. ഒരു കാളെ ഉഴുവാനായിട്ട് ഉഴുത് ശീലിപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ അതിന് ആ ക്യാരക്ടറില്ല. എന്നാൽ അതിനെ വേറെ ഒരു നുഖത്തിൻ്റെ കീഴിൽ വെച്ച് പരിചയം ശ്രദ്ധിച്ച കാളയുടെ കഴുത്തിലോട്ട് മറ്റേ നുഖം കൊടുത്ത് അത് ഉഴുതു തുടങ്ങുമ്പോൾ ചാടാനും പിടിക്കാനും ഒക്കെ തുടങ്ങും. കുറേ കൂടെ ഉഴുതി കുറേ കൂടെ ഉഴുത് ഇങ്ങനെ പോയി കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ കാണാം ആ വലിയ കാളയുടെ ശാന്തത ഇതിന് വരുന്നു. നമ്മുടെ ജീവിതത്തിൽ പേഷ്യൻസ്. അതുകൊണ്ടാണ് പിള്ളേരെയൊക്കെ വളർത്തി, കൊച്ചുമക്കളും കൂടെ വളർത്തുമ്പോൾ റെഡി ആയിക്കോളും. പിള്ളേരെയൊക്കെ വളർത്തി വളർന്നു വരുമ്പോൾ അവരുടെ ക്യാരക്ടറൊക്കെ കണ്ടോ? ആ ചെറുപ്പത്തിൻ്റെ ക്യാരക്ടറാണോ 2-3 പിള്ളേരെയൊക്കെ വളർത്തി ഒരു പ്രായം ചെല്ലുമ്പോൾ? അല്ല. അതൊക്കെ ഒരുപാട് ക്യാരക്ടറിന് വ്യത്യാസം വരും. അതെല്ലാം നമ്മളെ ഭാര്യ ഭർത്തൃബന്ധം, രണ്ടുപേരും ഒരേ സ്വഭാവമൊന്നും ആയിരിക്കുകയില്ല. അതൊക്കെ നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ ഈ സഹിഷ്ണുത എന്ന് പറയുന്ന എൻഡുറൻസ്, പേഷ്യൻ്റ് എൻഡുറൻസ്, നമ്മളിൽ ആ ക്യാരക്ടർ വളർത്തിയെടുക്കുക. ഈ സഹിഷ്ണുത പിന്നെ എന്തിനെ ഉണ്ടാക്കുന്നു? അടുത്തായിട്ട് വായിക്കുന്നു. സഹിഷ്ണുത സിദ്ധത. സിദ്ധത സിദ്ധത എന്ന് പറഞ്ഞാൽ പെർസെവറൻസ്, ക്യാരക്ടർ, ടെസ്റ്റഡ് വാല്യൂ എന്ന ക്യാരക്ടർ, ഒരു സിദ്ധത, ഒരു സ്വഭാവ വൈശിഷ്ടം. ഒരു വാക്യം വായിക്കാം. യോബിൻ്റെ പുസ്തകം 23:10 വാക്യം. യോബിൻ്റെ പുസ്തകം 23:10 വാക്യം. അവിടെ യോബ് പറയുന്ന വാക്ക് നോക്കിയാട്ടെ. യോബ് കടന്നുപോയ ആ കഷ്ടതകൾ നമുക്കറിയാം. അവൻ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. When he has tried me, I shall come forth as gold. Character indicates tested value. Character is developing. സുവിശേഷം ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യുകയാണ്. നമ്മുടെ കഷ്ടത ജീവിതത്തിൽ വരുമ്പോൾ ശാന്തമായി അനുഭവിപ്പാൻ നമുക്ക് കഴിയുന്നു. ശാന്തമായി അനുഭവിച്ച് നമ്മൾക്ക് സിദ്ധത എന്ന് പറഞ്ഞാൽ ഒരു അംഗീകരണം നമുക്ക് കിട്ടുകയാണ്. നമ്മൾ കർത്താവിൻ്റെ ന്യായാസനത്തിന്, ക്രിസ്തു ന്യായാസനത്തിന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ നേടിയ പണവും നമ്മുടെ സമ്പാദ്യങ്ങളും ഒക്കെ നമ്മൾ ഉപേക്ഷിച്ച് കടന്നു പോകും. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നിലനിൽക്കുന്ന ഒന്നുണ്ട്. അത് അവിടെ ചെല്ലുമ്പോൾ ഈ സിദ്ധത, നമ്മളിൽ വളർന്ന ക്യാരക്ടർ, അത് നമുക്കവിടെ കാണും. അത് മാത്രമല്ല, അത് പ്രത്യാശ ഉളവാക്കും. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രത്യാശ ഉളവാക്കുന്നു. പ്രത്യാശ ഉളവാക്കുന്നു. ക്യാരക്ടർ, ഹോപ്പ്. ഒരു ദൈവദാസൻ ഓർപ്പിച്ച പോലെ ഈ കഷ്ടതകൾ നമ്മൾ വരുമ്പോൾ ലോകത്തോടുള്ള നമ്മുടെ ബന്ധങ്ങളൊക്കെ നാളുകൾ കഴിയും തോറും കുറഞ്ഞ് നമുക്ക് ആ നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വന്ന് നമ്മൾ പ്രായം ചെല്ലുന്നവരെ കണ്ടിട്ടില്ലേ? അവർക്ക് പിന്നെ ചിന്തയൊന്നും. വിശ്വാസികളെ ശ്രദ്ധിച്ച് നോക്കി. പ്രായം ചെല്ലുന്തോറും സ്വർഗമായിരിക്കും അവരുടെ ലക്ഷ്യം. നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും അവരെ ഭരിക്കുന്നത്. അത് ഈ ലോകത്തോട് പത്രോസ് രേഖപ്പെടുത്തിയ പോലെ ജഡത്തിൽ കഷ്ടമനുഭവിക്കുന്നവൻ ശേഷിച്ചിരിക്കുന്ന കാലം ജഡത്തിനുള്ളതല്ല, ഈ ലോകത്തിൻ്റെ മോഹം വിട്ട് നിത്യതയെക്കുറിച്ച് ചിന്തിപ്പാനായിട്ടിടയായി മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കഷ്ടതകളിലും നമ്മൾ പ്രശംസിക്കുന്നു. നമുക്ക് ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവാണ്. നമ്മളിലൊരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളെ നിരാശരാക്കുന്നില്ല. ഇതിൻ്റെ മധ്യത്തിൽ നിരാശരാക്കാത്തതിൻ്റെ കാരണം എന്നാ? 5-ാം വാക്യം നോക്കിയാട്ടെ. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. കാരണം ദൈവസ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഞാൻ ആ പാഷൻ വേർഷൻ ഒന്ന് വായിക്കുകയാണ്. ആൻഡ് ദിസ് ഹോപ്പ് ഈസ് നോട്ട് ഡിസപ്പോയിൻറ്റിങ്. ഈ പ്രത്യാശ, ഈ കഷ്ടതയിലൂടെ നമുക്കുണ്ടായി വരുന്ന പ്രത്യാശ, ഇറ്റ് ഈസ് നോട്ട് ഡിസപ്പോയിൻറ്റിങ് ഫാൻറ്റസി, ബിക്കോസ് വി ക്യാൻ നൗ എക്സ്പീരിയൻസ് ദ എൻഡ്ലെസ് ലവ് ഓഫ് ഗോഡ് കാസ്കേഡിങ് ഇൻ ടു അവർ ഹാർട്ട്സ് ത്രൂ ദ ഹോളി സ്പിരിറ്റ് ഹു ലിവ്സ് ഇൻ അസ്. നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന ആ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം
ഈ പ്രത്യാശയ്ക്ക് നിരാശ നമ്മളിൽ വരുത്തുന്നില്ല. എന്താ പറയുന്നതിൻ്റെ അർത്ഥം? ഇവിടെ ഒരുപാട് പഠിക്കാനായിട്ടുണ്ട്. ആ ഒരു വാക്യം വളരെ പ്രാധാന്യതയാണ്. നമ്മൾ ഓർക്കണം, 5-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിച്ചു. 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു വിശുദ്ധിയുടെ ആത്മാവ്, അത് കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. എന്നാൽ പൗലോസ് ഈ ഭാഗം നോക്കണം, ഡോക്ട്രിനൽ ബുക്കാണ്. നീതീകരിക്കപ്പെട്ടവരിൽ ഉള്ള പ്രവൃത്തി പറയുമ്പോൾ ആദ്യം ഒരു വിശുദ്ധനിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയോടെ പറയുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, ഇറ്റ് ഈസ് ഫസ്റ്റ് മെൻഷൻ ഇൻ ദിസ് എപ്പിസോഡ്. ഈ ലേഖനത്തിൽ ആദ്യമായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഇതാണ്. ഉപദേശപരമായിട്ടൊക്കെ ഇത് കാര്യമാണ്. കാരണം എന്താ? നമ്മൾ നോക്കിക്കാട്ടെ, 5-ാം വാക്യം, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ നൽകിയത്? കിട്ടാൻ പോവുകയാണോ? 2ാമത്തെ അനുഗ്രഹമാണോ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന പരിശുദ്ധാത്മാവെന്നാണോ പറഞ്ഞേ? അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. സൗന്മാരെ നീതീകരിച്ചു കഴിഞ്ഞാൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ പൗലോസ് പറയുകയാണ്. ദൈവത്തോട് നമുക്ക് സമാധാനം കിട്ടി, ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടി, ദൈവകൃപയിലേക്ക് നമുക്ക് നിൽക്കാനായിട്ടിടയായി മാറി. ഈ ലോകത്തിൻ്റെ കഷ്ടങ്ങളിൽ നമ്മൾ നിരാശയാകുന്നില്ല. ആ കഷ്ടത നമ്മളിൽ ക്യാരക്ടർ ഉളവാക്കി അത് നമ്മൾ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നു. അത്രയുമല്ല, നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഇവിടെ ഓർക്കണം, ദിസ് ഈസ് നോട്ട് എ സെക്കൻഡ് ബ്ലെസ്സിങ്. ഇന്ന് അനേകർ പഠിപ്പിക്കുന്ന പോലെ രക്ഷിക്കപ്പെട്ട ശേഷം പിന്നീട് കിട്ടാൻ പോകുന്ന, കാത്തിരുന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹമല്ല പരിശുദ്ധാത്മാവ്. വേദപുസ്തകമായിട്ടേ പഠിക്കാവൂ. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് നമ്മൾ തിരിച്ചു മറിക്കാൻ പാടില്ല. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരുടെ അനുഗ്രഹങ്ങളെ പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു. ഇനിയും ഞാൻ പറയുന്ന വാക്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്താട്ടെ. അതിൻ്റെ 5-ന്റെ 5 നോക്കി, 5-ന്റെ 5 വായിക്കുന്നു. ഒന്നാമത് നിങ്ങളത് നോട്ട് ചെയ്താട്ടെ. സ്നേഹം പകർന്നു. 5-ന്റെ 2 നോക്കിയാട്ടെ. 5-ന്റെ 2 ദൈവതേജസ്സിൽ നാം പ്രശംസിക്കുന്നു. വി റിജോയ്സ്. അവിടെ സന്തോഷമാണ്. വി റിജോയ്സ്. 5-ന്റെ 1 സമാധാനം. 3 കാര്യം നമ്മൾ കണ്ടു. 5-ന്റെ 5 സ്നേഹം, 5-ന്റെ 2 സന്തോഷം, 5-ന്റെ 1 സമാധാനം. ഇനിയും ഗലാത്യർ 5-ന്റെ 22 ഒന്ന് നോക്കിയേ. ഗലാത്യർ 5-ന്റെ 22 ആത്മഫലം പറയുമ്പോൾ ആദ്യത്തെ 3 ഇതാ. അങ്ങനെയാണോ എന്ന് നോക്കിയേ. ഈ പറഞ്ഞ 3 ആണോ എന്ന് നോക്കിയേ. ഗലാത്യ ലേഖനം 5-ന്റെ 22. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം. ഈ ആത്മഫലത്തെ 3 തിരിക്കാം. ആത്മഫലത്തെ 9 ആത്മഫലമാണ്. ആദ്യത്തെ 3 ഗോഡ് വേർഡ്, ദൈവസംബന്ധമായി. 2ാമത്തെ 3 ദീർഘക്ഷമ, ദയ, പരോപകാരം, മാൻ വേർഡ്, മറ്റുള്ളവരുള്ള ബന്ധത്തിലാണ്. അവസാനത്തെ 3 വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, എന്നോടുള്ള ബന്ധത്തിലാണ്, മൈസെൽഫ്. നോട്ട് ചെയ്തു. 9 ആത്മഫലമാണ്. 9 ആത്മഫലത്തിൽ ആദ്യത്തെ 3 ആത്മഫലം ദൈവത്തോടുള്ള ബന്ധത്തിൽ, 2ാമത്തെ കൊല മറ്റുള്ളവരുള്ള ബന്ധത്തിൽ, 3ാമത്തെ 3 എന്നോടുള്ള ബന്ധത്തിൽ. 3 കൊലയായിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ദൈവസംബന്ധമായി. ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. ദൈവത്തിൻ്റെ ആ സന്തോഷം, ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. മാത്രമല്ല നമ്മൾ സന്തോഷിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ. ആത്മഫലത്തിൻ്റെ 3 അവിടെ എടുത്ത് പറഞ്ഞിരിക്കുക. ഒരു കാര്യം പ്രത്യേകം ഓർത്താട്ടെ. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് നൽകുന്ന ആദ്യത്തെ അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകരുക. ആത്മാവിനെ തരാതെ ഒരു നിമിഷം ക്രിസ്ത്യൻ ലൈഫ് ഒക്കില്ല. ഇത് 2ാമത്തെ അനുഗ്രഹമല്ല. വെറുതെ കാത്തിരിക്കുകയൊന്നും വേണ്ട. കർത്താവ് പുനരുത്ഥാനം പ്രാപിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഞാൻ പോയി കഴിഞ്ഞാൽ കാര്യസ്ഥൻ വരും, അവൻ വരുന്നത് നിങ്ങൾക്ക് നന്നായി വരുമെന്ന് പറഞ്ഞു. ആ ശിഷ്യന്മാർ കർത്താവ് പുനരുത്ഥാനം പ്രാപിച്ച് 40 ദിവസം കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പിന്നെയും 10 ദിവസം കൂടെ കാത്തിരുന്നു. 50 ദിവസമായി. പുനരുത്ഥാനം കഴിഞ്ഞ് 50 ദിവസമായപ്പോൾ പെന്തിക്കോസ് ദിവസമായി. When the day of Pentecost has fully come. പെന്തിക്കോസ് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു.
അവൾ സ്വർഗത്തിൽ നിന്ന് എത്ര നാളത്തേക്കാ? എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കാൻ. നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കാൻ ആത്മാവ് ഇറങ്ങി വന്നിട്ട് പിന്നെ ഇവിടെ കാത്തിരിക്കുക. വീട്ടിലൊരാൾ വരുമെന്ന് പറഞ്ഞു, വീട്ടിൽ വന്ന ശേഷം ഞാൻ വീട്ടിൽ പിന്നെ ഇരിക്കുക ആൾ വരാനായിട്ട്. എനിക്ക് എന്തോ സുബോധക്കേടുണ്ട്. വീട്ടിലൊരാൾ വരുമെന്ന് പറഞ്ഞു, വീട്ടിൽ വന്നിട്ടും പിന്നെ ഞാൻ വീട്ടിൽ കാത്തിരിക്കുക ആളിന് വേണ്ടി. സുബോധക്കേടുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ പോയാൽ കാര്യസ്ഥനെ അയക്കും, ഞാൻ പിതാവിനോട് ചോദിക്കും, ഐ വിൽ പ്രേ ആൻഡ് സെൻഡ് യു അനദർ കംഫോർട്ടർ. അവൻ അയച്ചു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കാൻ. ആ ശിഷ്യന്മാർ ദൈവദൂത അറിയിച്ചു സുവിശേഷം. ആ സുവിശേഷം വിശ്വസിച്ച് മുന്നോട്ട് വന്ന ദൈവമക്കൾക്ക് ദൈവം അവരുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുത്തു തൻ്റെ ആത്മാവിനെ. ആ പകർന്ന ആത്മാവാണ്, ആത്മഫലമാണ് 3 ഇവിടെ എടുത്തു പറഞ്ഞത് ഈ അധ്യായത്തിൽ. അപ്പോൾ ആദ്യമായിട്ട് വായിക്കുക, ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകിക്കഴിഞ്ഞ 5-ാം വാക്യം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ലേ? ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത്. പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല. നമ്മൾ സദൃശ്യവാക്യം 13:12 ചേർത്ത് വായിക്കണം. സദൃശ്യവാക്യം 13:12 അത് മലയാളം ബൈബിൾ, ഞാനതിൻ്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കേട്ടോ. അതിൻ്റെ വിളംബരമെന്നല്ല, മലയാളത്തിൽ എനിക്ക് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നി. ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു. എനിക്കതിൻ്റെ ആശയം മനസ്സിലായത് ഹോശന്ന പ്രസിദ്ധീകരണം. മലയാളത്തിൽ ഹോശന്ന ബൈബിൾ എടുത്ത് ഞാൻ നോക്കിയപ്പോൾ അത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. ഹോശന്ന ബൈബിളിൽ ഭാഷാന്തരം ചെയ്തത് ആശകൾ നിറവേറാൻ ഹോശന്ന ബൈബിളിൽ ഭാഷാന്തരം ചെയ്തത് ദുരമാകും. ആശകൾ നിറവേറാൻ വൈകുമ്പോൾ ഹൃദയം രോഗാതുരമാകും. ഹോപ്പ് ഡിഫേർഡ് മേക്ക് ദ ഹാർട്ട് സിക്ക്. പ്രത്യാശ ഭംഗം വരുമ്പോൾ ഒരു രോഗി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഡോക്ടർ പറയുക സാരമില്ല, സുഖമാകും. വീട്ടുകാർക്ക് വന്ന് പറഞ്ഞു ധൈര്യപ്പെടുത്തി, കുഴപ്പമില്ല, സുഖമാകും. അങ്ങനെ ഒരാശ മനസ്സിൽ വരുമ്പോൾ സുഖമാകുമെന്നൊരാശ, ആ ആശ മുന്നോട്ട് നമ്മളെ കൂടുതൽ സുഖപ്പെടുത്തുവാനായിട്ട് ഇടയാക്കി മാറ്റും. എന്നാൽ ആശാവിളംബനം, ആശകൾ നിറവേറാൻ വൈകുമ്പോൾ, അതിന് ഭംഗം വരുമ്പോൾ ബുദ്ധിമുട്ട് വരും. അതിന് ഭംഗം വരുമ്പോൾ നമ്മൾ ഓർക്കണം, ഇന്ന് രാത്രി നമ്മൾ ഓർക്കണം, നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുന്നത് ദൈവസ്നേഹം ആസ്വദിപ്പാൻ നമുക്ക് കഴിയുന്നു. ലവ് ഓഫ് ഗോഡ്, നമ്മുടെ സ്നേഹമല്ല, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹമല്ല, ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകർന്നു. നമ്മൾ അനുഭവിച്ചറിയല്ലേ? ദൈവസ്നേഹം അനുഭവിച്ചറിയല്ലേ? രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കറിയില്ലേ? ആ ദൈവസ്നേഹം നമ്മൾ അനുഭവിച്ചറിയുകയാണ്. നോക്കുക, നമ്മൾ ഇതൊക്കെ സത്യമായി നിറവേറപ്പെടുമെന്നുള്ളതിന്, ആ നിത്യ അനുഗ്രഹത്തിലേക്ക് നമ്മൾ കയറുമെന്നുള്ള ആ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയുന്നു. ഉത്തമഗീതം പഠിച്ചപ്പോൾ ഞാൻ ഈ വാക്യം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഭാഗം എൻ്റെ മനസ്സിൽ ഓടി വന്നു. ഉത്തമഗീതം 2-ാം അധ്യായം എടുത്താട്ടെ, നമുക്ക് ആ ഭാഗം കൂടെ നോക്കാം. 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നോക്കിയാട്ടെ. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയനിരിക്കുന്നു. അതിൻ്റെ നിഴലിൽ ഞാൻ അതിബോധത്തോടെ ഇരുന്നു, അതിൻ്റെ പഴം എൻ്റെ രുചിക്ക് മധുരമായിരുന്നു. ഒക്കെ ട്രാൻസ്ലേഷനിൽ പെസകൊണ്ട് അതിൻ്റെ നിഴലിൽ ഞാൻ ഇരുന്നെന്നല്ല, ഐ സാറ്റ് അണ്ടർ ഹിസ് ഷാഡോ എന്ന, ഹിസ് എന്ന, ഐ സാറ്റ് അണ്ടർ ഹിസ് ഷാഡോ ആൻഡ് ഹിസ് ഫ്രൂട്ട് വാസ് സ്വീറ്റ് ടു മൈ ടേസ്റ്റ്. അതിൻ്റേതെന്നല്ല, അവൻ്റേതെന്നാണ് ഇംഗ്ലീഷിൽ. അവൻ്റെ പഴം, അവൻ്റെ നിഴല്. അപ്പോൾ ഇതാരെയോ പറയുന്നതാണ്. ആരാണത്? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ്. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം. കർത്താവിനെ എന്തിനാ നാരകമെന്ന് പറഞ്ഞത്? നമ്മളത് പഠിച്ചപ്പോൾ ചിന്തിച്ചതാ. കാട്ടുമരങ്ങൾ, ആരായി കാട്ടുമരങ്ങൾ? യൗവനക്കാർ, യൗവന യുക്തയായ ശൂനമി. അവൾക്ക് മനസ്സിലായി, ലോകത്തിലുള്ള യൗവനക്കാരെയൊക്കെ ആശ്രയിച്ചാൽ അവർ കാട്ടുമരങ്ങളാണ്. പത്രങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ, വളരെ അടുത്ത് നിൽക്കുന്നവരൊക്കെ ഇല പൊഴിക്കും. കാലാവസ്ഥയ്ക്കനുസരിച്ച് കാട്ടുമരങ്ങൾ ഇല പൊഴിക്കുമ്പോൾ, ഇല പൊഴിക്കാത്തൊരു വൃക്ഷമുണ്ട്, നാരകം, സിട്രസ് ഫ്രൂട്ട്. കാലാവസ്ഥ മാറുന്നതനുസരിച്ച് അത് ഇല പൊഴിക്കത്തില്ല. അതിൻ്റെ നിഴലിൽ, അവൻ്റെ നിഴലിൽ ഞാനിരുന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ആ കർത്താവിൻ്റെ നിഴലിൽ ഞാനിരുന്നു. അവനാണ് ഈ കാട്ടുമരങ്ങൾ. ഓരോരുത്തരൊക്കെ അവരുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇല പൊഴിക്കും. എന്നാൽ എൻ്റെ കർത്താവ് എൻ്റെ മീതെ ഒരു തണൽ വിരിച്ചു. ആ തണൽ ഒരിക്കലും മാറ്റിക്കളയുന്നില്ല. ഞാൻ ആ നിഴലിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ പഴം ആസ്വദിക്കാൻ തുടങ്ങി. അവൻ എനിക്ക് നൽകുന്ന നീതീകരണം,
അവൻ എനിക്ക് പിതാവിനോട് നൽകിയ സമാധാനം, അവൻ എനിക്ക് നൽകിയ പ്രവേശനം, അവൻ എനിക്ക് നൽകിയ പ്രത്യാശ. ആ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. എൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങളും എൻ്റെ നന്മയ്ക്കാക്കി തീർക്കുന്നു. ഈ പഴങ്ങളൊക്കെ ഞാനിരുന്ന് ആസ്വദിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ രുചിക്ക് മധുരമായിരുന്നു. ഇവിടെ നിർത്താം. കർത്താവ് നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെ ഓർക്കുക. അവൻ എൻ്റെ മീതെ പിടിച്ച കൊടി സ്നേഹം, ഒരിക്കലും മാറാത്ത സ്നേഹം. ഏത് സാഹചര്യത്തിലും, പരാജയത്തിലും, വീഴ്ചയിലും, അറിവുകേടുകളിലും ഒക്കെ മുകളിലോട്ട് കണ്ണുയർത്തിയാൽ എൻ്റെ മീതെ ഒരു കൊടിയുണ്ട്. ആ കൊടി സ്നേഹമാണ്. എത്ര അനുഗ്രഹം! എങ്ങനെ നന്ദി പറഞ്ഞു തീർക്കും? ഈ ജീവിതം മുഴുവൻ ആ പാദത്തിൽ അർപ്പിച്ചാലും, നിത്യത മുഴുവൻ അവനെ വർണ്ണിച്ചാലും, സ്തുതിച്ചാലും നമ്മോട് ചെയ്ത നന്മകൾ പറഞ്ഞു തീർക്കാൻ